ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 29. അമൃതഹരണവും അസുരനിഗ്രഹവും എന്നാണ് ഈ ദശകത്തിൻ്റെ പേര്. ഭഗവാൻ തൃക്കൈകളിൽ അമൃതകലശം പിടിച്ചുകൊണ്ട് പാലാഴിയിൽ നിന്നും ഉയർന്നു വരുന്ന ആ മനോഹര രൂപമാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ആ ധന്വന്തരമൂർത്തിയായ ഭഗവാനെ ദേവന്മാരും അസുരന്മാരും കണ്ടു. പെട്ടെന്ന് ദേവന്മാർക്ക് സന്തോഷമായി, നമ്മൾ അധ്വാനിച്ചതിനുള്ള ഫലം കിട്ടി എന്നൊക്കെ സന്തോഷിച്ച് സാവധാനത്തിൽ അങ്ങനെ ഇരിക്കുന്ന നേരത്ത് അസുരന്മാർ ഒറ്റക്കെട്ടായി ഓടിച്ചാടി വന്ന് അമൃതം നിറഞ്ഞിരിക്കുന്ന ആ കുംഭത്തെ ഭഗവാന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ച് ഒറ്റ ഓട്ടം കൊടുത്തു. പണ്ട് ചെറിയ കുട്ടികളുടെ കയ്യിൽ നിന്ന് അന്നൊക്കെ പുറത്ത് നിന്നിട്ട് കഴിക്കുമ്പോൾ കാക്ക ഓടി വന്ന് റാഞ്ചി കൊണ്ടുപോകും. പലഹാരമായാലും ചെറിയ പാത്രമൊക്കെ ആയാലും കുട്ടികളിങ്ങനെ വിഷണ്ണരായിട്ട് നിൽക്കും. അതേപോലെ തന്നെ സാമർഥ്യം കുറഞ്ഞ കുട്ടികളുടെ പോലെ തന്നെ ദേവന്മാർ വല്ലാതെ ദുഃഖിതരായി. അയ്യോ, ഇനി എന്താ ചെയ്യുക എന്ന് വിചാരിച്ച് ഭഗവാനെ നോക്കി. ഭഗവാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കാതിരിക്കൂ, ഞാൻ വഴിയുണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് ഭഗവാനെ പിന്നെ കാണാനും ഇല്ലാണ്ടായി. എന്നാലോ ഈ അമൃത കൊണ്ടുപോയിട്ട് വേഗം അസുരന്മാർ കഴിച്ചില്ല. അവർക്കതിനുള്ള യോഗമില്ലാണ്ട് കയ്യിൽ കിട്ടിയിട്ട് അനുഭവിക്കാൻ പറ്റില്ലല്ലോ. അവർ തമ്മിൽ വഴക്കായി. എനിക്കാദ്യം, നിനക്ക് തരില്ല, നീ എടുക്കണ്ട, അങ്ങനെ പറഞ്ഞു. അതിൽ തന്നെ കൂട്ടത്തിൽ മുന്നിൽ വന്ന് തല്ലുവിടാൻ കഴിയാതെ പിന്നിൽ നിൽക്കുന്നവർ പറഞ്ഞു, നമ്മളിങ്ങനെ ചെയ്യണതൊന്നും ശരിയല്ല, നമ്മളുടെ ഒപ്പം അധ്വാനിച്ച അവർക്കും കൊടുക്കണം, അവർക്കും അർഹതയുണ്ട്. അങ്ങനെ ആകെ ബഹളായി അസുരന്മാരുടെ ഇടയിൽ. അമൃതകലശം തുറക്കാനോ അമൃത് ഭുജിക്കാനോ അവർക്ക് ഭാഗ്യമുണ്ടായില്ല. ഞാൻ എന്ന് പറഞ്ഞ് ആ അഹങ്കാരവും അസൂയയും ഒക്കെ കൂടി സ്വാർത്ഥതയും ഒക്കെ കൂടി അവരുടെ ഇടയിൽ കലഹമായി. ദേവന്മാരോ അവർ സ്വതവേ തന്നെ വയസ്സന്മാരാണ്, അടികൂടാനൊന്നും വയ്യ, ഭഗവാനെ രക്ഷിക്കണേ എന്ന് മാത്രം പറഞ്ഞ് അവരവിടെ ഇരുന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ വഴിയുണ്ടാക്കാം എന്ന് പറഞ്ഞ് ഭഗവാൻ മറയുകയും ചെയ്തു. ശ്ലോകം: ഉദ്ഗച്ഛതസ്തവ കരാത് അമൃതം ഹരൽസു ദൈത്യേഷു താനശരണാനനുനീയ ദേവാൻ സദ്യ തിരോദധിത ദേവാ ഭവത്പ്രഭാവാത് ഉദ്യൽ സ്വയൂധ്യകലഹ ദിദിജ ഭഭൂവു. അർത്ഥം നോക്കാം. ദൈത്യേഷു, ആ അസുരന്മാരെ, ദിദിയുടെ പുത്രന്മാരെ, ഉദ്ഗച്ഛത തവ കരാത്, സമുദ്രത്തിൽ നിന്നും പാലാഴിയിൽ നിന്നും, ഉദ്ഗച്ഛത ഉയർന്നു വരുന്ന അങ്ങയുടെ കയ്യിൽ നിന്നും, അമൃതം ഹരൽസു അമൃതകുംഭത്തെ അപഹരിച്ചു, തട്ടിപ്പറിച്ചു. ത്വം അശരണാൻ താൻ ദേവ, അപ്പോൾ വിഷമത്തോടുകൂടി തന്നെ നോക്കി ആശ്വാസത്തിനായി വന്ന ദേവന്മാരെ അവിടുന്ന് അശരണാൻ, അവർക്ക് മറ്റൊരാശ്രയവും ഇല്ല, തന്നെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നവരാണ് എന്ന് കണ്ട ആ ദേവന്മാരോട് അനുനീയ, അവരെ വാക്കുകളാൽ ആശ്വസിപ്പിച്ചു. വിഷമിക്കേണ്ട, ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് സദ്യ, പെട്ടെന്ന് തന്നെ, തിരോദധിത, അവിടുന്ന് മറഞ്ഞു കളഞ്ഞു. ദിദിജ, അസുരന്മാരാവട്ടെ, ഭവത്പ്രഭാവാത്, അങ്ങയുടെ ആ മഹത്വം കൊണ്ട് തന്നെയാവണം, ഉദ്യൽ സ യൂധ്യ, പരസ്പര കലഹം തുടങ്ങി. ഉദ്യൽ സ യൂധ്യ കലഹം, തമ്മിൽ കലഹിക്കാൻ തുടങ്ങി. ബഭൂവു, കലഹമാണ് അവർക്ക് തമ്മിലുണ്ടായത്, അല്ലാതെ അമൃത് പങ്കിട്ട് കഴിക്കലല്ല. അല്പം പോലും ക്ഷമയില്ലാതെ ഭഗവാന്റെ കയ്യിൽ നിന്നും പാത്രം തട്ടിപ്പറിച്ചോടിയ അസുരന്മാർ ഭഗവാന്റെ പ്രഭാവം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ കലഹിച്ചത് എന്ന് ഭട്ടതിരി പറയാണ്. എന്തായാലും ഭഗവാൻ ദേവന്മാരോട് പറഞ്ഞു, മാ ഖിദ്യത, നിങ്ങൾ വിഷമിക്കാതിരിക്കൂ എന്ന് പറഞ്ഞ് അവിടുന്ന് അപ്പോൾ തന്നെ മറയുകയും ചെയ്തു. ഉദ്ഗച്ഛത, പാലാഴിയിൽ നിന്നും ഉയർന്നു വരുന്ന, തവ കരാത്, അവിടത്തെ കരങ്ങളിൽ നിന്നും, അമൃതം ഹരൽസു അമൃതകുംഭത്തെ തട്ടിയെടുത്ത്, ദൈത്യേഷു, ആ ദൈത്യന്മാർ, താൻ അശരണാൻ അനുനീയ ദേവാൻ, അസുരന്മാരങ്ങനെ പോയപ്പോൾ
അശരണന്മാരായിട്ടുള്ള മറ്റ് ഒരു രക്ഷയും ഇല്ലാത്ത ദേവന്മാരെ അനുനീയ ഭഗവാൻ ആശ്വസിപ്പിച്ചു. ദേവ, അവിടുന്ന് സദ്യ തിരോധതിത പെട്ടെന്ന് മറയുകയും ചെയ്തു. ഭവത് പ്രഭാവാത് അവിടത്തെ പ്രഭാവം കൊണ്ട് തന്നെയാണ് ഉദ്യൽസ്വയൂധ്യ കലഹ അവരുടെ ഇടയിൽ തന്നെ കലഹം ഉയർന്നു വന്നത്. അസുരന്മാരുടെ ഇടയിൽ ദിതിപുത്രന്മാരായിട്ടുള്ള അസുരന്മാർ പരസ്പരം കലഹിക്കുകയും ചെയ്തു. ശ്ലോകം ഒന്നുകൂടിയും ചൊല്ലാം. ഉദ്ഗച്ഛത തവ കരാത് അമൃതം ഹരൽസു ദൈത്യേഷു താനശരണാൻ അനുനീയ ദേവാൻ സദ്യ തിരോദധിതദേവ ഭവത് പ്രഭാവാത് ഉദ്യൽസ്വയൂധ്യ കലഹ ദിതിജാ ബഭൂ. രണ്ടാമത്തെ ശ്ലോകം. ഭഗവാൻ കാമക്രോധ മോഹമദലോഭ മത്സരങ്ങളൊക്കെ ഉള്ള ഈ അസുരന്മാരെ ഒന്ന് മോഹിപ്പിച്ച് അമൃതം തിരിച്ചെടുക്കുകയേ നിവൃത്തിയുള്ളൂ എന്ന് കണ്ട് മായാമോഹിനിയായിട്ട് അവിടെ പ്രത്യക്ഷപ്പെടാണ്. ശ്യാമാം രുജാബി വയസാബി തനും തദാനീം പ്രാപ്തോസി തുംഗകുചമണ്ഡലഭംഗുരാം ത്വം പീയൂഷകുംഭകലഹം പരിമുച്യ സർവേ തൃഷ്ണാകുല പ്രദീയയു ത്വദുരോജകുംഭേ. വെള്ളത്തിൽ നിന്നും വന്ന ആ ഭഗവാൻ മറിഞ്ഞുപോയി. പകരം ഒരു മോഹിനിയായിട്ട് അവിടെ മായാമോഹിനിയായിട്ട് പ്രത്യക്ഷപ്പെട്ടു. ആ രൂപമാണ് വർണ്ണിക്കുന്നത്. ശ്യാമ വയസ്സുകൊണ്ടും പ്രായം കൊണ്ടും, രുചാബി വയസാബി സൗന്ദര്യം കൊണ്ടും വയസ്സുകൊണ്ടും ശ്യാമ. സൗന്ദര്യം കൊണ്ട് ശ്യാമ എന്ന് പറഞ്ഞാൽ നീലത്താമരയുടെ നിറം, അല്ലെങ്കിൽ കാളാംബോധത്തിൻ്റെ നിറം, കാർമേഘത്തിൻ്റെ നിറമായിട്ടുള്ള ആ ശ്യാമള കോമള നിറം. വയസാബി എന്ന് പറഞ്ഞാൽ യൗവന മധ്യസ്ഥ, ആ പ്രായത്തിനെ ശ്യാമ എന്ന് പറയും. അത്രയ്ക്കും ആ യൗവനം നിറഞ്ഞിട്ടുള്ള പ്രായം. രുചാബി വയസാബി ശ്യാമാം തനും, അങ്ങനെയുള്ള ശരീരത്തോടുകൂടി തദാനീം പ്രാപ്തോ അസി തുംഗകുചമണ്ഡല ഭംഗുരാം തം, അവിടുന്ന് മോഹിനിയുടെ രൂപം കൈക്കൊണ്ട് തടിച്ചുയർന്ന കുജങ്ങളാൽ അല്പമൊന്ന് ഭംഗുരം എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് വളഞ്ഞ ശരീരത്തോടു കൂടിയാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. ആ സമയത്ത് എന്തുണ്ടായി? പീയൂഷ കുംഭകലഹം പരിമുച്യ, പീയൂഷം നിറഞ്ഞിട്ടുള്ള ആ അമൃതകുംഭത്തിനെ ഒക്കെ അവർ വേണ്ടാന്ന് വെച്ചു, കൈവിട്ടു. എന്നിട്ട് ത്വത് ഉരോജകുംഭേ, അവിടത്തെ സ്തനകുംഭങ്ങളെക്കുറിച്ചുള്ള ആ മോഹത്താൽ തൃഷ്ണാകുല, അതിനെക്കുറിച്ച് അടക്കാനാവാത്ത ആശ കൊണ്ട് പ്രതീയയു, അവർക്ക് സഹിക്കാൻ പറ്റാതെ ആ സുന്ദരിയുടെ അടുത്തേക്ക് ഓടി വന്നു. ആദ്യം ഓടി വന്നു അമൃതകുംഭം തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. ഇപ്പോൾ അതിലും മോഹനമായിട്ടുള്ള ഒരു രൂപം കണ്ടപ്പോൾ അമൃതകുംഭമൊക്കെ അവിടെ വെച്ച് മോഹിനിയുടെ സ്തനകുംഭങ്ങളുടെ നേരെ ആഗ്രഹത്തോടു കൂടി അവർ ഓടി വന്നു. തദാനീം, ആ സമയത്ത് ത്വം രുചാ അഭി വയസാ അഭിശ്യാമാം, അവിടുന്ന് സൗന്ദര്യം കൊണ്ടും പ്രായം കൊണ്ടും ശ്യാമയായിട്ട് തുംഗകുചമണ്ഡല ഭംഗുരാം, ഉയർന്ന സ്തനങ്ങളോടുകൂടി തനും പ്രാപ്ത, അങ്ങനെയുള്ള ശരീരത്തെ പ്രാപിച്ചു. സർവേ പീയൂഷകുംഭകലഹം പരിമുച്യ, പീയൂഷകുംഭത്തെ അമൃതകുംഭത്തെക്കുറിച്ചുള്ള കലഹവും വേണ്ടാന്ന് വെച്ചു, കുംഭവും വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ത്വത് ഉരോജകുംഭേ തൃഷ്ണാകുല, അങ്ങയുടെ സ്തനകുംഭങ്ങളിൽ ആഗ്രഹത്തോടുകൂടി, ആസക്തിയോടുകൂടി, കാമത്തോടുകൂടി പ്രതീയയു, അങ്ങയുടെ പിന്നാലെ ഓടി വന്നു ഈ അസുരന്മാരൊക്കെ. കാമവും ക്രോധവും മോഹവും മതം മത്സരം എല്ലാം നിറഞ്ഞു നിൽക്കുന്നവരാണ് ഈ അസുരന്മാരെന്ന് ഈ ഒരു സംഭവം കൊണ്ട് തന്നെ മനസ്സിലാക്കാം. മത്സരബുദ്ധിയോട് കൂടിയിട്ട് അത് തട്ടിപ്പറിച്ചു. അവിടെ മത്സരം തന്നെ, എനിക്ക് നിനക്ക് തരില്ല, ഞാൻ ആദ്യം കഴിക്കുമെന്നൊക്കെ പറഞ്ഞ് മത്സരിച്ചു. പിന്നെ ആ ക്രോധത്തെയൊക്കെ ഉപേക്ഷിച്ച് ദേവിയെ കണ്ടപ്പോൾ, മോഹിനിയെ കണ്ടപ്പോൾ കാമമായി, മോഹമായി ഓടി വന്നു. പാത്രമൊക്കെ അവിടെ വെച്ച് മോഹിനിയുടെ പിന്നാലെയായി പിന്നെയുള്ള ഓട്ടം. ശ്ലോകം ഒന്നും കൂടി നോക്കാം.
ശ്യാമാം രുചാപി വയസാപി തനും തദാനീം പ്രാപ്തോऽസി